നിങ്ങൾ ബഷീറിനെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊരു കുന്ത്രാപ്പ ചോദ്യമാണ് ഈ പെങ്കൊച്ച് വന്ന് നിന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നതെന്ന് അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഉറപ്പിക്കാം, നിങ്ങൾക്ക് ബഷീറിനെ അറിയാം അല്ലേ? നിങ്ങൾ ബേപ്പൂർ സുൽത്താനെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വന്ന് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എം എയിൽ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് എടുക്കാം. എം എ ലിറ്ററേച്ചറിൽ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ് എടുക്കുമായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി മലയാളത്തിലെ റൈറ്റേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട്, ഇവരെ അറിയില്ലേ, ഇവരിന്ന ആളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ആളുകളുടെ ഫോട്ടോസ് വെച്ചു. അപ്പോൾ ഞാൻ അതിൽ ബഷീറിൻ്റെ ഒരു ഫോട്ടോയും വെച്ചു. നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതമായിട്ടുള്ള ബഷീറിൻ്റെ ഫേമസ് ഫോട്ടോസിലൊന്നായിരുന്നു അത്. ഷർട്ടൊന്നും ഇടാണ്ട് മാങ്കോസിൻ്റെ കീഴിൽ ഒരു ചാരുകസേരയിലൊക്കെ കിടന്ന് സോജാ രാജകുമാരിയൊക്കെ കേട്ട്, അല്ലേ? അത് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ ഊഹിച്ച് പറയുകയാണേ. ഒരു എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഷീറിൻ്റെ ഫോട്ടോ ആയിരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കറിയാം ഇതാരാണെന്ന്? അപ്പോൾ പെട്ടെന്ന് ഒരു കുട്ടി എഴുന്നേറ്റ് കൈപൊക്കിയിട്ട്, മിസ്സേ എനിക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതാരാണ്, പറയൂ ആരാണത്? അപ്പോൾ ആ കുട്ടി പറയാണ്, ഇത് മുൻഷിയല്ലേ എന്ന്. അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് മനസ്സിലായില്ല. കാരണം ശരിയാണ്, മുൻഷീനെയും ബഷീറിനെയും കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഉണ്ടല്ലേ. പിന്നെ മുൻഷീനെങ്കിലും ആ കുട്ടിക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ തളർത്തിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ബഷീറിനെ അറിയില്ലേ നമുക്ക്? ബഷീറിനെ അറിയാൻ നമ്മളിനി ഒരു റിമൈൻഡർ കൊടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ മറന്നു പോകാൻ പറ്റുന്ന ഒരാളാണോ ബഷീർ? വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന 1908 ജനിച്ച് ഒരുപാട് നമുക്കറിയാവുന്ന ഒത്തിരി കഥകൾ, നോവലുകൾ എഴുതി. അതിൻ്റെയൊക്കെ ഒരുപാട് കൾച്ചറൽ അഡാപ്റ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്, ട്രാൻസ്ലേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം 1994 ജൂലൈ 5 അദ്ദേഹം നമ്മളെ വിട്ടുപോയത്. അതിനു മുന്നേ രാജ്യം പല പല പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. അതിൽ പത്മശ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും ഒരുപാട് പോലീസ് മർദ്ദനങ്ങൾ ഏൽക്കുകയും ജയിലിൽ കിടക്കേണ്ടി വരികയും രാജ്യദ്രോഹ കുറ്റത്തിന് വരെ ജയിലിൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ഭാഷ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ബഷീർ. അങ്ങനത്തെ ഒരു പുതിയ ലാംഗ്വേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലേ? ഒന്നും കൂട്ടിയാൽ എത്രയാന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇമ്മിണി വലിയ ഒന്ന് എന്നാണ്. അതേപോലെ തന്നെ ലുട്ടാപ്പി എന്ന് വിളിക്കുക, പിന്നെ ബെടുക്കൂസെ എന്ന് വിളിക്കുക, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള നർമ്മം, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അവെയർനെസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വളരെ ടഫായിട്ടുള്ള ഒരു ലാംഗ്വേജാണ് ബഷീറിൻ്റെ. കാരണം പല വേർഡ്സും ഡിക്ഷണറിയിൽ ഇല്ലാത്തതാണ്. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്യും? അന്ന് പിന്നെ എൻ്റെ കള്ളബെടുക്കൂസേ എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കരളിലൊരു വേദന അന്ന് കുഞ്ഞിപ്പാത്തുമ്മ പറയുമ്പോൾ, അതിനെ എന്ത് രീതിയിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന് പറയുമ്പോൾ ഇതിനി ഏത് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്ന് കുറച്ചെങ്കിലും കഷ്ടപ്പെട്ടിട്ടുള്ള ട്രാൻസ്ലേഷൻസാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കഥകൾ പലതും സിനിമകളായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 1964 എ വിൻസെൻ്റ് മാഷ് സംവിധാനം ചെയ്തിട്ടുള്ള ഭാർഗവീ നിലയം മുതൽ ഏറ്റവും അവസാനം 2021 ആഷിഖ് കപൂർ സംവിധാനം ചെയ്തതും അതേ നീലവെളിച്ചം തന്നെയാണ്. അതൊരു ആകസ്മികതയാണെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ കണ്ട് വന്നപ്പോൾ. പക്ഷെ എനിക്ക് സംസാരിക്കാൻ തോന്നിയത് മതിലുകളിനെ പറ്റിയിട്ടാണ്. കാരണം മതിലുകൾ ആത്മകഥാംശമുള്ള ബഷീറിൻ്റെ ഒരു നോവലിനെയാണത്, ഷോർട്ട് നോവലായിരുന്നു. അത് 1989 അടൂർ പിന്നെ സംവിധാനം ചെയ്ത് നിർമ്മിച്ച് പുറത്തിറക്കിയിട്ടുള്ളൊരു സിനിമയാണ്. അതിൽ മമ്മൂട്ടി ആയിരുന്നു നായകൻ. അതേപോലെ തന്നെ അത് ബഷീർ 1965 കൗമുദി വീക്കിലിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അദ്ദേഹം അത് സെറ്റ് ചെയ്തിട്ടുള്ളത് 1940-കളിലാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ ആ ഒരു അപ്രൈസിംഗ് ഒക്കെ നടക്കുന്ന സമയമാണത്.
അദ്ദേഹം അദ്ദേഹം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതിയതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് 2.5 വർഷത്തേക്ക് ശിക്ഷ കിട്ടിയിട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരു സമയത്തെ ആ ജയിലിനകത്തെ കാര്യങ്ങളാണ് അദ്ദേഹം മേജറായിട്ടും മതിലുകളിൽ എഴുതിയിട്ടുള്ളത്. മതിലുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ഥലമാണല്ലോ. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് തന്നെ അടയ്ക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയായിരുന്നു മതിലുകൾ. പക്ഷെ മതിലുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലൊരു പ്രണയി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മതിലുകൾ ഇഷ്ടപ്പെടാതെ പോവില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സാഹിത്യ കുതുകയായിട്ടുള്ള സിനിമ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മതിലുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാതെ പോവില്ല. നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മതിലുകൾ ഇഷ്ടപ്പെടാതിരിക്കുക? നിങ്ങളൊരു നേച്ചർ ലവറാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മതിലുകൾ ഇഷ്ടപ്പെടാതിരിക്കുക? നിങ്ങൾ ഡെത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സിനിമയാണ് മതിലുകൾ. അത് അതിൻ്റെ നോവലേ അങ്ങനെയാണ്. ഞാൻ മതിലുകൾ കാണുമ്പോൾ ഞാൻ ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു. കാരണം മമ്മൂട്ടിയാണ് ബഷീറിനെ നമ്മൾ ഫോട്ടോ കണ്ടിട്ടുണ്ട്, മമ്മൂട്ടീനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ബഷീർ എങ്ങനെയാണ് മമ്മൂട്ടിയിലൂടെ വരിക എന്നുള്ളത് എനിക്ക് അത്രയ്ക്കും കൺവിൻസിങ് ആവില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. കാരണം അവരുടെ രണ്ടുപേരുടെയും ഭാഷ, ബോഡി മാനറിസംസ് എല്ലാം വേറെ അല്ലേ. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മമ്മൂട്ടീനെ എനിക്കൊരു നിമിഷം പോലും കാണാൻ പറ്റിയില്ല. അദ്ദേഹം അവിടെ വെടുക്കൂസേന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം അണ്ണാറക്കണ്ണനോട് സംസാരിക്കുമ്പോൾ, ചിത്രശലഭങ്ങളോട് സംസാരിക്കുമ്പോൾ, റോസാച്ചെടി വെക്കുമ്പോൾ, മതിലിനപ്പുറത്തുള്ള സ്ത്രീകളുടെ ജയിലിലുള്ള നാരായണിയെ അദ്ദേഹം സ്നേഹിക്കുമ്പോൾ, പ്രണയിക്കുമ്പോൾ, മറ്റുള്ള ആളുകളോട് സംവദിക്കുമ്പോൾ ഒക്കെ ബഷീറിനെ മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് ആ സിനിമയിലുള്ള ഒരു കാര്യം എന്ന് പറയുക, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജയിലിനപ്പുറത്ത് നാരായണി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. അവരെ ബഷീർ ഒരിക്കലും കാണുന്നില്ല. അപ്പോൾ ഈ കാണാത്ത ഒരാളെ ശബ്ദത്തിലൂടെ മാത്രം, അതുപോലെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഭാഷ തന്നെ ഉണ്ടാക്കുക. അവർ മതിലിനപ്പുറത്തും ഇപ്പുറത്ത് നിന്നിട്ട് ഒരു ചുള്ളിക്കമ്പ് ഇങ്ങനെ എറിയും, വായുവിലോട്ട് എറിയും. അപ്പോൾ അതിങ്ങനെ മുകളിൽ പോകുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പുറത്തൊരാളുണ്ട്, എന്നോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഇതുവരെ കാണാത്ത ആൾ, പക്ഷേ അവരുടെ ശബ്ദം KPS ലളിതയുടെ ശബ്ദമാണ്. അത് ഒരിക്കലും KPS ലളിത ഏറ്റവും മനോഹരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആകെ തോന്നിയത് KPS ലളിതയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ മതിലുകൾ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മതിലിനപ്പുറത്ത് ആരാണ് എന്ന് ബഷീറിനെ പോലെ നമുക്കും കൗതുകം ഉണ്ടാവും. അയാൾ ഒരിക്കൽ പോലും കാണാൻ പറ്റാതെ പോകുന്ന ഒരു കാമുകൻ്റെ വീർപ്പുമുട്ടൽ നമ്മളും അനുഭവിക്കും. പക്ഷെ അത് നമുക്കില്ല. കാരണം മതിലിനപ്പുറത്ത് നിൽക്കുന്നത് KPS ലളിതയാണെന്ന് നമ്മളങ്ങ് ഊഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്യൂരിയോസിറ്റിയുടെ അംശം കുറച്ച് കുറവാണ്. അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ അവർ എനിക്ക് കാണാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് നെഞ്ചൊക്കെ മാന്തി കീറാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. അവർ പ്രണയിക്കുകയാണ്, അവർ കരയാണ്, അവർ വേദനിക്കുകയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ബഷീർ ജയിലിൽ കിടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ജയിലിൽ ഒരു 22 വയസ്സായിട്ടുള്ള തൻ്റെ ഭർത്താവിനെ കൊന്നതുകൊണ്ട് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു അവരുടെ നിന്നാണ് ബഷീർ നാരായണി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അവരുടെ പ്രണയം ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് മാത്രമല്ല മതിലുകളാക്കി ഇന്നും ഒരു ക്ലാസിക്കായിട്ട് നിലനിർത്തുന്നത്. അതൊരു രാഷ്ട്രീയ സിനിമ കൂടിയാണ്. ആ സമൂഹത്തിൻ്റെ ഒരു മൈക്രോകോസം തന്നെയാണ് ആ ജയിൽ. അവിടെ പലതരത്തിലുള്ള ഡിസ്പാരിറ്റീസ് ഉണ്ട്, പലതരത്തിലുള്ള മനുഷ്യർ അവിടെ ഉണ്ട്, അവിടെ പല അസമത്വങ്ങളുമുണ്ട്. അതും എനിക്കത് കണ്ടപ്പോൾ തോന്നി, അത് എൻ്റെ മാത്രം ഒരു ഒബ്സർവേഷൻ ആയിരിക്കാം ചിലപ്പോൾ. അത് അകത്ത് പല ആളുകൾക്കും പലതരത്തിലുള്ള ഡ്രസ്സിങ് ഉണ്ട്. പിന്നെ രാഷ്ട്രീയ തടവുകാർ വെളുത്ത തൊപ്പിയിട്ടിട്ടാണ് അവിടെ നിൽക്കേണ്ടത്. അതേസമയം വധശിക്ഷയുള്ള ആളുകൾക്ക് കാലിൽ ഈ തള പോലെ റൗണ്ടിൽ ഒരു ചങ്ങല ഇട്ടിട്ടുണ്ട്.
അതേസമയം ഭയങ്കര അക്രമകാരികളായിട്ടുള്ള ചിലർക്ക് ദേഹമാസകലം ചങ്ങലയിട്ടിട്ടുണ്ട്. ചിലരെ ഇപ്പോൾ ബഷീർ അവിടെ വളരെ പ്രിവിലേജുള്ള ഒരാളായിട്ടാണുള്ളത്. ബഷീറിന് അവിടെ ചായ തിളപ്പിക്കാം, അദ്ദേഹത്തിൻ്റെ സ്വന്തം സെല്ലിനകത്ത് അടുപ്പ് കൂട്ടി ചായ തിളപ്പിക്കാം, അദ്ദേഹത്തിന് ചായപ്പൊടി കൊണ്ടുവന്ന് കൊടുക്കും. ജയിലർ തന്നെ പുറത്ത് കടലാസിന് തീ പിടിച്ച വിലയാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കെട്ടുകണക്കിന് കടലാസും എഴുതാൻ പേനയും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അവിടെ ജയിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും അതൊരു സ്വാതന്ത്ര്യമില്ലാത്തൊരു സ്പേസ് ആയിട്ട് തോന്നുന്നേയില്ല. ആ മതിൽ അദ്ദേഹത്തിന് വളരെ ഒരു ഗാർഡൻ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അതിനകത്ത് അദ്ദേഹം റോസാ ചെടികളൊക്കെ നട്ട് വളർത്തി പുഷ്പങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കി, അതിനെയൊക്കെ നന്നായിട്ട് നോക്കി, അവിടെയുള്ള എല്ലാ ആളുകളോടും നന്നായി സംസാരിച്ച്, ഇടയ്ക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ചായ ഉണ്ടാക്കി കൊടുത്തവരെ സൽക്കരിച്ച്, അവരോട് ഒരുപാട് രാഷ്ട്രീയം സംസാരിച്ച്, അവരോട് നർമ്മം സംസാരിച്ച്, അങ്ങനെയാണ് അദ്ദേഹം അവിടെ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ ഒരിക്കലും ഒരു തനിച്ചായിപ്പോയെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാണോ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് രാഷ്ട്രീയ തടവുകാർക്കെല്ലാം സ്വാതന്ത്ര്യം ലഭിക്കുകയും അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാനുള്ള കാര്യത്തിൽ മാത്രം തീരുമാനമാകാതെ വരുന്ന, അപ്പോൾ മാത്രം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം വേണം, എനിക്ക് പുറത്തേക്ക് പോകണം എന്ന് ചിന്തയുണ്ടാവുക ചെയ്യുന്നത്. അപ്പോൾ മാത്രം അദ്ദേഹം ഇങ്ങനെ ആലോചിക്കും, എന്നാൽ പിന്നെ ജയിലിൽ ചാടിയിട്ട് പുറത്തേക്ക് പോയാലോ എന്ന്. അപ്പോഴാണ് അദ്ദേഹത്തിനെ തേടി നാരായണിയും അവരുടെ പ്രണയവും ഒക്കെ വരുന്നത്. അവസാനം അദ്ദേഹം ജയിലിൽ നിന്ന് നാരായണി അദ്ദേഹത്തിനെ കാണണം എന്ന് പറയുമ്പോൾ വളരെ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് റിലീവിങ് ഓർഡർ കിട്ടുകയും അദ്ദേഹത്തിന് പോവേണ്ടതായി വരികയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന് അപ്പോൾ മാത്രം പുറത്തേക്ക് പോവാനേ ഇഷ്ടമല്ല. എന്തിനാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത്, ഈ സ്വാതന്ത്ര്യം എനിക്ക് മരണത്തോട് സമമാണല്ലോ എന്ന് തോന്നുന്നത് പോലെ. അപ്പോൾ ചില സമയത്ത് ജയിലിനകം സ്വാതന്ത്ര്യവും ജയിലിന് പുറത്ത് ഒരു മരവിച്ച ജീവിതവും ആണ്. എത്ര മനോഹരമാണ് അദ്ദേഹത്തിൻ്റെ ബഷീറിൻ്റെ ജീവിതം. ജീവിതം സ്ട്രഗിളായിരുന്നു, പക്ഷെ അത് നമ്മളോട് കണക്റ്റ് ചെയ്യുന്നത്, നമ്മളുടേതായിട്ടുള്ള എല്ലാ ഇമോഷൻസിനോടും കണക്റ്റ് ചെയ്യുന്നത്, എല്ലാത്തിനോടും ഒരു ചിരിയോടെ അദ്ദേഹം, ഒരു നർമ്മത്തോടെ അദ്ദേഹം സമീപിക്കുന്നത് ഒക്കെ നമ്മൾ മറക്കാൻ പാടില്ല എന്നെനിക്ക് തോന്നി. മതിലുകൾ അവസാനിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കായി എന്ന് പറയുന്ന നോവൽ അവസാനിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കായി എന്നുള്ള ബഷീറിൻ്റെ സങ്കടം കൊണ്ടാണ്. പക്ഷെ വേറെ ചിലത് അങ്ങനെയല്ല, വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഒന്നാണ്. പ്രേമലേഖനത്തിൻ്റെ അവസാനം കേശവൻ നായർക്ക് പിന്നെ ചായയാണോ കാപ്പിയാണോ എന്ന് എനിക്ക് മാറിപ്പോകുന്നു, ചായ കുടിക്കാൻ തോന്നിയെന്ന് വെച്ചോളൂ, സാറാമ്മയ്ക്ക് കാപ്പി കുടിക്കാൻ തോന്നി. ആദ്യം രണ്ടുപേർക്കും ഒരാൾ പറഞ്ഞു 2 കാപ്പി. അപ്പോൾ അടുത്ത ആൾ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കിഷ്ടമുള്ള കാപ്പി നിങ്ങൾക്ക് കുടിച്ചുകൂടാ. അപ്പോൾ പെട്ടെന്ന് സാറാമ്മ പറഞ്ഞു 2 ചായ മതി. എന്തുകൊണ്ട് എനിക്കിഷ്ടമുള്ള ചായ നിങ്ങൾക്ക് കുടിച്ചുകൂടാ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് മനസ്സിലായി, അല്ല എനിക്ക് ചായ ഇഷ്ടമല്ല. അപ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലായി എനിക്ക് കാപ്പിയും ഇഷ്ടമല്ല. അപ്പോൾ അവർ പറഞ്ഞു പതുക്കെ എനിക്ക് ചായ മതി. അപ്പോൾ അടുത്തയാൾ പറഞ്ഞു എനിക്ക് കാപ്പി മതി. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, കേശവൻ നായർ ചായയും കുടിച്ചു, സാറാമ്മ കാപ്പിയും കുടിച്ചു, പിറ്റേ ദിവസവും പതിവ് പോലെ സൂര്യൻ കിഴക്കുദിച്ചു. ഇൻഡിവിജ്വൽ ചോയ്സസിനെ പറ്റിയിട്ടും ഒരു റിലേഷൻഷിപ്പിനകത്ത് തന്നെ ഉള്ള ഇൻഡിവിജ്വൽ ചോയ്സിനെ പറ്റിയിട്ട് എത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഒരു ബഷീർ വായനക്കാരിയോ അല്ലെങ്കിൽ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നത് മലയാളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ലിറ്ററേച്ചറിൻ്റെ ഒരു പാർട്ടിനെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിനെ തന്നെയാണ്. നിങ്ങളത് മിസ് ചെയ്യരുത്. എന്തായാലും ബഷീറിനെ വായിക്കണം. അഡാപ്റ്റേഷൻസ് സിനിമകളായിട്ട് കാണാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ കാണണം. പക്ഷെ വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയാണ് അവർ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന്. ചില സിനിമകൾ കാണുമ്പോൾ അഡാപ്റ്റേഷൻസ് ശരിയായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ ചില കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇനിയും വരുമ്പോൾ പറയാം.
പക്ഷെ നിങ്ങൾ വായിക്കൂ. ഇനി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ബഷീറിനെ അറിയും എന്ന് പറയണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ചെറിയൊരു ഒരു ചെറിയ ഇന്ധനം, ഒരു ചെറിയ സൂചന. ഇങ്ങനെ ഒരാളെ നമ്മൾ മറന്നുകൂടാ, അല്ലേ? നിങ്ങൾക്ക് ബഷീറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള നോവൽ ഏതാണ്, അല്ലെങ്കിൽ കഥ ഏതാണ്, അല്ലെങ്കിൽ ബഷീർ എന്ത് വിളിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം? അപ്പോൾ പിന്നെ കാണാം.